ഹലോ. എല്ലാവർക്കും നമസ്കാരം. അപ്പം കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നുള്ള എക്സ്പെക്ടേഷനിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കണ്ടന്റുകളല്ല, നമ്മൾ പഠിച്ച കാര്യം തന്നെ മാർക്കറ്റിൽ റൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ജസ്റ്റ് ഒരു ബാക്ക് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം പലരും വീഡിയോ കണ്ടിട്ട് ചിലർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇതിങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി കാര്യമുണ്ട്. നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ പഠിക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് തന്നെ പഠിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ലൈവ് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈവ് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷേ ലൈവ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്ക് ടെസ്റ്റ് ചെയ്യണം. മരിച്ചുപോയ ഒരു ബോഡി ചെയ്താലേ നമുക്ക് ഇനിയുള്ളൊരു ഓപ്പറേഷൻ ജീവനുള്ള ബോഡിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതേപോലെ ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നിങ്ങൾ ബാക്ക് ടെസ്റ്റിനെ കാണുക, അതിന് വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കാതിരിക്കുക. ഓക്കെ. സോ ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് യൂറോ യു എസ് ടി ആണ്. യൂറോ യു എസ് ടിയിൽ കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചത്? ജസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ആവുന്നുണ്ടോ നമുക്ക് നോക്കണം അല്ലെ? അല്ലാതെ വെറുതെ ഒരു കണ്ടന്റ് തന്ന് ഒഴിവാക്കല്ല വേണ്ടത്. ഇത് ഞാൻ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ യൂറോ, GBP, ഗോൾഡ്, ഇനി ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി 50, പേയേഴ്സ്, സ്റ്റോക്സിൽ എങ്ങനെ എടുക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു നോക്കുക. സ്റ്റോക്സിൽ ഇത് തന്നെ അപ്ലൈ ചെയ്യാം, പക്ഷെ വരച്ചു നോക്കുക ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ. അതേപോലെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പലരും ചോദിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് അത് ഇത് അതൊക്കെ യൂസ് ചെയ്തോട്ടെ. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ നോ ഇൻഡിക്കേറ്റേഴ്സ്. ഒരു ഇൻഡിക്കേറ്ററും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ചാർട്ടിനെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾ വേറെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ബോധേഡ് ആവേണ്ട കാര്യമില്ല. ഓക്കെ. സോ യൂറോ യു എസ് ടിയിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എപ്പോഴും ഹയർ ടൈം ഫ്രെയിംസിന് പ്രയോറിറ്റി കൊടുക്കാൻ എപ്പോഴും പറയുന്നുണ്ട്. ഹയർ ടൈം ഫ്രെയിംസിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ 1, 2, 3, 4 ഡെയിലി അങ്ങനെ ഒരുപാട് ടൈം ഫ്രെയിംസ് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ 1 അവർ നോക്കിയപ്പോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ക്ലീൻ ആയിട്ട് മനസ്സിലാവുന്നില്ല. മാർക്കറ്റ് ഒരു റേഞ്ച് പോലെ കളിക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഹയർ ടൈം ഫ്രെയിംസ് 2 അവർ, ടൂവിൽ നോക്കുമ്പോൾ മാർക്കറ്റ് മേലോട്ടൊരു ബുള്ളിഷ് തന്നിട്ടുണ്ട്. 3 അവർ യെസ്, 4 അവർ യെസ്, ഡെയിലി ഓക്കെ. അപ്പം അധികമായിട്ട് ഡെയിലി വീക്കിലി ഞാൻ പോകുന്നില്ല, കാരണം അത് ചെയ്യണമെങ്കിൽ അത് അഡ്വാൻസ് കൺസെപ്റ്റ് ഞാൻ കറക്റ്റ് പഠിപ്പിക്കുന്നുണ്ട് ഹയർ ടൈം ഫ്രെയിംസിനെ കുറിച്ച്. ഇവിടെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഇവിടെ നമ്മൾ 4 അവർ വരെയുള്ള മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 4 അവർ വരെ മാക്സിമം യൂസ് ചെയ്യുക. അപ്പൊ 4 അവറിൽ ഞാൻ വന്ന് നോക്കുമ്പോൾ മേജർ ആയിട്ട് റീസെന്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് വി ഹാവ് എ ക്ലിയർ മാർക്കറ്റ് ഒരു ബുള്ളിഷ് പാറ്റേണിൽ കയറി പോവാം. എന്താ ബുള്ളിഷ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ലൈൻ ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് കയറി പോകുന്നത് കാണാം. സോ ഇറ്റ്സ് എ ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ച്. മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോവാണ്. എങ്ങനെ ബുള്ളിഷ് ആയിട്ട് പോകുന്നത്? വി ഹാവ് എ ക്ലീൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അപ്സൈഡ്, അഗൈൻ വി ഹാവ് എ ക്ലീൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ് അല്ലെ? മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് മേലോട്ട് കയറി പോകുന്നതിന്റെ ഒരു സ്റ്റേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. BOS ടു അപ്സൈഡ്, BOSും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പഠിക്കാത്തവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പണ്ടത്തെ വീഡിയോ മുതൽ കണ്ട് പഠിച്ചു വരിക. ഓക്കെ. BOS കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് ഇനി എന്ത് ചെയ്യാനുണ്ട്. അടുത്തത് ഒരു ട്രേഡിംഗ് റേഞ്ച് കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഡൗൺ സൈഡ് വേണം ഒരു ട്രേഡിംഗ് റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഡൗൺ സൈഡ് 4 അവറിൽ എടുത്ത് നോക്കുമ്പോൾ ഇത്ര താഴെയാണുള്ളത്. അപ്പൊ നമുക്ക് സെല്ല് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ലോവർ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നാൽ എൻട്രി കിട്ടാൻ പാടാണ്. ഓക്കെ. എൻട്രി കിട്ടായികയൊന്നുമില്ല, കിട്ടാൻ പാടാണ്. നോക്കുക. ഇപ്പൊ ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അതിനുശേഷം പ്രൈസ് വന്നാലേ നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എൻട്രി, അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് സപ്ലൈ ഡിമാൻഡ് സോണിൽ എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അതിന് പകരം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് 4 അവറിൽ നമ്മൾ മേജർ ആയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് കണ്ടുപിടിച്ചു. എന്താ എന്റെ മേജർ ആയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച്? ഇറ്റ്സ് എ ബുള്ളിഷ് മാർക്കറ്റ്. ബുള്ളിഷ് മാർക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബെയറിഷും കൂടെ നമുക്ക് കൺഫേം ആവണം. എന്തിനാ ബെയറിഷ് കൺഫേം ആവുന്നത്? ഓക്കെ. ഓക്കെ. ബെയറിഷ് എന്തിനാ നമ്മൾ കൺഫേം ആക്കുന്നത്? ബെയറിഷ് കൺഫേം ആക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡുകൾ എടുക്കാൻ. എന്തിനാ ട്രേഡുകൾ എടുക്കുന്നത്? നമ്മളിപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ ബുള്ളിഷ് ബൈങ് മാത്രമാണ് നോക്കാറ് അല്ലെ? പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ബെയറിഷ് കിട്ടിയാലേ നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് കൺഫർമേഷൻ കിട്ടുള്ളൂ. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. സോ അപ്പൊ മേജർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഈസ് അപ്സൈഡ്. സോ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്കൊരു ബെയറിഷ് കിട്ടണം. സോ എന്റെ മേജർ ഞാൻ അവിടെ വരച്ചു വെച്ചു. ഇനി എനിക്ക് ബെയറിഷ് കിട്ടണം. അപ്പൊ ഞാൻ 3 അവറിലോട് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. 3 അവറിൽ എനിക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടോ? സെയിം സ്ഥലം താഴോട്ട്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് അതിന്റെ തൊട്ടടുത്ത് കിട്ടുമോ നോക്കണം. 2 അവറിലുണ്ടോ? 2 അവറിലും താഴെ തന്നെ വേണ്ട. 1 അവറിൽ വന്നു. നമ്മുടെ മേജർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, അത് മറന്നു പോകരുത്. ഞാൻ 1 അവറിൽ വന്നപ്പോൾ യെസ് ഐ ഹാവ്, നോക്കിയേ, വി ഹാവ് എ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഹിയർ. നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടി. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പം
എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കും മനസ്സിലായി 4 ഹവറിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. 1 ഹവറിൽ ഞാനിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ട്രേഡിംഗ് റേഞ്ച് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ വരയ്ക്കാം. ഞാൻ ഇത് അഗ്രസീവ് മോഡൽ എന്തിനാ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ട്രേഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെർഫെക്ഷനിൽ നോക്കുവാണെങ്കിൽ ഇത് നോക്കി നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ നിങ്ങളുടെ ടൈം അവിടെ വേസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. സോ 1 ഹവറിൽ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. സോ ഒരു ലോ ഉണ്ട്, ഒരു ഹൈ ഉണ്ട്. ഞാൻ അതിനെ ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് വരച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും ഡൗട്ട്സ് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ വരച്ച ഇമേജ് എനിക്ക് ഇവിടെ കിട്ടി, റൈറ്റ്? ഹയർ ടൈം ഫ്രെയിമിൽ വരച്ചു, ലോ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടുപിടിച്ചു. എന്തിനാണ്? എന്റെ എക്സ്പെക്ടേഷൻ ഈസ് ദ പ്രൈസ് ഈസ് ടു കം ടു ദ 50%. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരച്ചു. നിങ്ങൾക്ക് കാണാം അല്ലെ? ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടത്. ഇനി നമ്മൾ 50% വരെ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാർക്കറ്റ് തന്നിരുന്നു. സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിരുന്നു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം. ഓക്കെ, അപ്പൊ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ടൈം ഫ്രെയിം കണ്ടുപിടിക്കുക. ഏതാ? 1 ഹവർ. അതുകൊണ്ട് ഞാൻ 1 ഹവറിലാണ് ഇവിടെ എൻട്രീന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. 1 ഹവറിൽ എനിക്ക് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ എന്റെ മേജർ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഇവിടെ വരച്ചു വെക്കാം. 4 ഹവറിന്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. 1 ഹവറിൽ ഞാൻ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇട്ട് 50% എനിക്ക് സെല് ചെയ്യണം. അപ്പൊ എന്റെ മനസ്സിൽ ഇത് ഉണ്ടാവണം. അതിന്റെ കൂടെ പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അന്ന് താഴോട്ട് പോയി. എനിക്ക് ഇവിടെയും ഒരു ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കാം. വരച്ചൂടെ? വരയ്ക്കാം. ഡെഫിനറ്റ്ലി ഐ ക്യാൻ. ഒരു ഹൈ ഉണ്ട്, ഇനി ഒരു ലോ ഉണ്ടാവണ എന്ത് വേണം? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു അപ്സൈഡ് വേണം. യെസ്, വി ഹാവ് എ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു അപ്സൈഡ്. ഓക്കെ, മനസ്സിലാവാത്തവരൊന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് കാണാം, അല്ലെ നമ്മൾ പണ്ട് പഠിച്ച പോർഷൻസ് ഒന്നും കൂടെ പോയി നോക്കുക. ഓക്കെ, അപ്പം ഹൈ വരച്ചു, ലോ വരച്ചു. 50% എത്തുന്നതിന് മുമ്പ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ, യെസ് കിട്ടി, നമുക്കിവിടെ ബൈ നോക്കാം. എനിക്ക് ബൈക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് തിരിച്ചു വന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബൈ നോക്കായിരുന്നു. എവിടെയാ? ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഇതിന്റെ വേറെ ഇടയിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ കാണുന്നില്ല. ഇവിടെ ഒരു എൻട്രി നോക്കായിരുന്നു. പക്ഷേ പ്രൈസ് ടാപ്പ് ഓൺ 50%. 50% ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബൈക്കുള്ള ഓപ്ഷൻ ഇല്ല. നമ്മുടെ റൂൾസ് എപ്പോഴും സ്ട്രിക്റ്റ് ആക്കി വെക്കുക, ഒരു മാറ്റവും ഇല്ല. 50% പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെല്ലാണ്. അപ്പൊ 50% ഉള്ളിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ സപ്ലൈ സോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റത്തെ സപ്ലൈ സോൺ എന്ന് പറയുന്നത് 50% മേലെയുള്ളത് വി ഹാവ് ഓർഡർ ബ്ലോക്ക് ഹിയർ. ഓക്കെ, അതിന്റെ മേലെ നമുക്കുള്ളത് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വി ഹാവ് എ ഓർഡർ ബ്ലോക്ക് ഹിയർ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കാം. അത് ഓപ്പൺ മിറ്റിഗേഷൻ ആണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കാം. അതിനെയും റിഫൈൻ ചെയ്ത് വേണേൽ നമുക്ക് വിക്സ് ഓൺ മാത്രം അല്ലെങ്കിൽ ബോഡി മാത്രമാക്കി എടുക്കാം. ഇങ്ങനെയും നമുക്ക് വരച്ചു വെക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾറെഡി പ്രൈസ് വന്ന് ടാപ്പ് ഒരൊറ്റ ഓപ്പണിൽ ടാപ്പ് ചെയ്തു. നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ വേണേൽ ഒരു എൻട്രിയും കൂടെ എടുക്കാം. അവിടെ അറിയാലോ, ഓപ്പൺ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്താലാണ് നമ്മൾ അതിനെ എന്തായിട്ട് കാണുക? ഒരു മിറ്റിഗേഷൻ ആയിട്ട് കാണാം. സോ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് വരച്ചിടാം. നമ്മൾ റോബോട്ട്സ് അല്ല സെൽ അടിക്കാം അല്ലെ? നമ്മൾ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്തു, എൻട്രി വെച്ചു. അൺഫോർച്ചുനേറ്റ്ലി പ്രൈസ് അവിടെ നിന്ന് തന്നെ പോയി നമ്മുടെ സെൽ അടിച്ചു. ആയിക്കോട്ടെ, ഫസ്റ്റത്തെ സോൺ ഫെയിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി വേണ്ടത്ര ലിക്വിഡിറ്റി ഇല്ലായിരുന്നു. നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്താണ് എൻട്രി എടുത്തത്. സോ എന്റെ മേജർ ലിക്വിഡിറ്റി ഇതായി മാറി. കാരണം അവിടെ ഒരുപാട് ട്രില്യൺസ് ഓഫ് ആൾക്കാരെ എൻട്രി എടുത്തിട്ടുണ്ടാവും. അവിടെ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരച്ചു വെച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരച്ചു വെച്ച് പ്രൈസ് വന്ന് ഡയറക്റ്റ് ടാപ്പ്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് എൻട്രി ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്തൊക്കെ ടൈപ്പ് എൻട്രി ഉണ്ട്? ഡയറക്റ്റ് എൻട്രി ഉണ്ട്, കൺഫർമേഷൻ എൻട്രി ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രി വെച്ചു. നമുക്ക് ഇതിന് 50% ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പണിൽ എടുക്കാം, എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ ഓപ്പണിൽ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് കവർ ചെയ്തു. ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ, ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ അധികം കവർ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് സ്പേസ് എങ്കിലും കൊടുക്കുക. കവർ ചെയ്തു. ദെൻ എന്റെ ടാർഗറ്റ് എങ്ങോട്ടാണ്? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ, ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ എക്സ്റ്റേണൽ എന്റെ ടാർഗറ്റ്. ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് എടുത്തു. സോ മൈ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദിസ്. ഏതാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ്? ഫസ്റ്റ് ടി പി. ഇതിന്റെ ഇടയിൽ എവിടെയൊക്കെ ബ്രേക്ക് ഈവൻ ആക്കണം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വീഡിയോസിൽ പോയി കാണാത്തവര് കാണുക. ദെൻ എന്റെ ഫസ്റ്റ് ടാർഗറ്റ് എനിക്ക് ഇവിടെ കിട്ടി. ഇനി എന്റെ സെക്കൻഡ് ടാർഗറ്റ് എവിടെയാ? അപ്പോഴാണ് നമ്മൾ പണ്ടത്തെ കാര്യത്തിലോട്ട് വരുന്നത്. പണ്ടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം മേജർ ട്രേഡിംഗ് റേഞ്ച്. മേജർ ട്രേഡിംഗ് റേഞ്ച് എവിടെയായിരുന്നു? നമ്മുടെ 50% അല്ലെ? അപ്പൊ എന്റെ ഫസ്റ്റത്തെ ടാർഗറ്റ് എനിക്ക് കിട്ടി. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 50%. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് ടാർഗറ്റും കിട്ടി, സെക്കൻഡ് ടാർഗറ്റും കിട്ടി. നമ്മളെ മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് 50% വരെ മാത്രമാണ്. നമ്മളത് പഠിച്ചതാണ്. അതിൽ കൂടുതൽ നമ്മൾ എടുക്കാൻ പാടില്ല. എന്തൊക്കെ നടന്നാലും പാടില്ല. സോ നമ്മൾ ഇവിടുത്തെ ട്രേഡിംഗ് റേഞ്ച് വെച്ച്, ഞാൻ ജസ്റ്റ് ഡെമോ വരച്ചതാണ്. 50% പ്രൈസ് എത്തി. നോക്കിയേ, ടാപ്പ്. 50% പ്രൈസ് എത്തിയാൽ നമുക്ക് അടുത്ത നമ്മുടെ പോയിന്റ് ഓഫ് ഡു എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്?
നമ്മൾ അടുത്ത പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ബൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ? അപ്പൊ എനിക്ക് അടുത്ത് ബൈ ചെയ്യേണ്ട പോയിന്റ് 50% താഴെ. അപ്പൊ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലോട്ട് എഗെയിൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മളിവിടെ ഡയറക്റ്റ് എൻട്രി എടുത്തു. ഡയറക്റ്റ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കൺഫർമേഷൻ എൻട്രി എടുക്കണം അല്ലെ? എന്ന് വെച്ചാൽ പെട്ടെന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാനുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ മാർക്കറ്റിന്റെ വ്യൂ അറിയാത്തതുകൊണ്ടോ നമ്മൾ ഡയറക്റ്റ് എൻട്രിയിൽ കയറില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് കൺഫർമേഷൻ എൻട്രി എടുക്കാം. ഓക്കെ, കൺഫർമേഷൻ എൻട്രി നമ്മൾ എടുക്കുന്നത് 3 മിനിറ്റ്സും 5 മിനിറ്റ്സും ആണ്, നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ? 1 മിനിറ്റ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നവരും എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ചെയ്യാൻ ഒരു കുഴപ്പമില്ല, പക്ഷെ ഞാൻ 1 മിനിറ്റ് ചൂസ് ചെയ്യാറില്ല. ദെൻ റിസ്ക് എൻട്രി റണ്ണിങ് ആണ്. എനിക്കറിയാം എന്റെ ടാർഗറ്റ് എവിടെയാണ്, ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് റിസ്ക് എൻട്രി ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ലോവർ ടൈം ഫ്രെയിമിൽ വരച്ചു വെക്കുക, എന്നാലാണ് ക്ലിയർ ആയിട്ട് എനിക്ക് അതിലൊരു അടുത്തത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്റെ റിസ്ക് എൻട്രി റണ്ണിങ് ആണ്. ടാർഗറ്റ്സ് നിങ്ങൾക്കറിയാം അല്ലെ? ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ വരെ എന്റെ ടാർഗറ്റ് ഉണ്ട്, അത് റണ്ണിങ് ആണ്, പോയിക്കോട്ടെ. ദെൻ അടുത്തത് എനിക്ക് കൺഫർമേഷൻ എൻട്രി എടുക്കണം. കൺഫർമേഷൻ എൻട്രി എടുക്കണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്താ? നമുക്ക് പ്രൈസ് ആ പോയിന്റിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടാപ്പ് കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ആണ്. അതിന് മുമ്പ് പ്രൈസ് അതൊക്കെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി അല്ലെ? അപ്പൊ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ് അല്ലെങ്കിൽ ഏരിയ ഗോട്ട് സ്വീപ്ഡ്, ലിക്വിഡിറ്റി കംപ്ലീറ്റ് ഗോട്ട് സ്വീപ്ഡ്, പ്രൈസ് മേലോട്ട് പോയി. ഇനി നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം അല്ലെ? അപ്പൊ അടുത്ത ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് വി ഹാവ് എ ഓർഡർ ബ്ലോക്ക് ഹിയർ, മാനിപ്പുലേഷൻ ക്യാൻഡിൽ, അതിന് തിരിച്ച് പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ വി ഹാവ് എ ചേഞ്ച് ഓഫ് ക്യാരക്ടർ CH. അപ്പൊ ഇത്രയും കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി എനിക്ക് സെൽ എടുക്കേണ്ട സ്ഥലം എവിടേക്കാണ്. നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് സെൽ എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താക്കാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രേഡിംഗ് റേഞ്ച്, കൺഫർമേഷൻ എൻട്രീന്റെ ട്രേഡിംഗ് റേഞ്ച് നിങ്ങൾക്കറിയാം. 50% ടാപ്പായി നിൽക്കുന്ന ഓർഡർ ബ്ലോക്ക് ആണ്, നമ്മൾ എടുക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതല്ലാണ്ട് ആകെയുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ ക്യാൻഡിലാണ്. ഇത്രയും വലിയ ക്യാൻഡിൽ നമ്മൾ എടുക്കണോ? വേണ്ട. 3 മിനിറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ കുഴപ്പമില്ല. അതുമല്ലെങ്കിൽ നമുക്ക് റിഫൈൻ ചെയ്ത് ഏറ്റവും എക്സ്ട്രീം പോയിന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം? വിക്സോൺ. നോക്കിയേ, ആണോ? അവിടെയാണോ പ്രൈസ് വന്നത്? ഇത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു കഥയല്ല, പണ്ട് പഠിപ്പിച്ച ഒരു കഥയാണ്. അതാണ് ഈ നടക്കുന്നത് അല്ലെ? അപ്പൊ ഇത് എനിക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ മാർക്കറ്റ് അങ്ങനെയല്ലേ നടന്നത്, ആലോചിച്ച് നോക്കാം. ഏറ്റവും എക്സ്ട്രീം സോണിൽ ഞാൻ വന്നു. ദെൻ ഐ ഹാവ് പ്ലാൻഡ് എ സെൽ ഹിയർ, സ്റ്റോപ്പ് ലോസ് കവേർഡ്. സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം ഒന്ന് കവർ ചെയ്യാൻ, കാരണം ലോവർ ടൈം ഫ്രെയിം ആണ്. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് എങ്ങോട്ടാ? 50%. നമ്മുടെ ട്രേഡിംഗ് റേഞ്ചിന്റെ 50%. എന്റെ സെക്കൻഡ് ടാർഗറ്റ് എങ്ങോട്ടാ? സോറി, ഈ 50% അല്ല, ഇതാണ് നമ്മുടെ 50%. ഇതാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഇനി എന്റെ സെക്കൻഡ് ടാർഗറ്റ് എങ്ങോട്ടാ? മേജർ എൻട്രിയുടെ സെക്കൻഡ് ടാർഗറ്റ്. ക്ലിയർ? അങ്ങനെ 2 എൻട്രി നമ്മൾ റണ്ണിങ്ങിന് വിട്ടു. നോക്കിയേ, 1 അവർ. നോക്കിയേ, 1 അവറിൽ നമ്മൾ 2 എൻട്രീസും 50%ലോട്ട് റൺ ചെയ്യാൻ വിട്ടു. പോയോ നോക്കിയേ? യെസ്, വി ഗോട്ട് ദ TP. 2 TP നമുക്ക് കിട്ടി. ഇനി റിസ്ക് എൻട്രി എടുക്കാത്തവർക്ക് ഒരു TP മതി, ധാരാളം. അത്രയും വലിയ RR ആണ് നമ്മൾ ക്യാച്ച് ചെയ്തത്. അപ്പൊ അത് കിട്ടി. ഇനി 50%-ന് ഉള്ളിൽ വന്നാൽ അടുത്ത എന്റെ പണി എന്താണ്? എന്റെ പണി എന്ന് പറഞ്ഞാൽ അടുത്തത് 50% ഉള്ളിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ കണ്ടുപിടിക്കലാണ് എന്റെ അടുത്ത പണി. ദെൻ 1 അവറിൽ എനിക്ക് 50%-ന് താഴെ എന്ന് പറയാൻ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്, വരച്ചു വെച്ചു. ഈ വിക്സോൺ വലുതായതുകൊണ്ട് ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അതാണ് 2 അവർ. 2 അവറിൽ എന്താ ഉള്ളത്? 2 അവറിൽ ഇതിന്റെ താഴോട്ട് ഇതൊക്കെ മിറ്റിഗേറ്റഡ് ഏറ്റവും എക്സ്ട്രീമിൽ ഓർമ്മയുണ്ട്. നോക്കിയേ, എക്സ്ട്രീം 1 വരച്ചു. ദെൻ 3 അവറിൽ എനിക്ക് എന്താ ഉണ്ടാവുക? 3 അവറിലും എക്സ്ട്രീമിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോൺ, ഡിമാൻഡ് സോൺ അവിടെ ഉണ്ട്. 4 അവറിൽ എനിക്ക് എന്താ ഉള്ളത്? ഇതിന്റെ താഴെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്, ബിഗ് സോണും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണേൽ വരയ്ക്കാം. ഇങ്ങനെയും പ്ലാൻ ചെയ്യും. ഈ 3 സോണുകളാണ് എനിക്ക് വാലിഡ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ദെൻ പ്രൈസ് 50%-ൽ വന്നു, എവിടെയും ടാപ്പ് ചെയ്യാതെ കയറിപ്പോയി. നമ്മളപ്പോ അത് വറീഡ് ആവേണ്ട കാര്യമുണ്ടോ? നോ, നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇറ്റ്സ് ക്രിയേറ്റിംഗ് ലിക്വിഡിറ്റി, മാർക്കറ്റ് ലിക്വിഡിറ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഫസ്റ്റത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 1 അവറിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഞാൻ എപ്പോഴും പറയേണ്ട ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. ഇത്രയൊന്നും കൊടുത്തില്ലെങ്കിലും അത് സപ്പോസ് നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു തന്നെ, കാരണം ഇത്രയും സ്പേസിൽ അത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്പ്രെഡും കൂടെ ആഡ് ചെയ്തെങ്കിൽ എന്തായാലും അടിക്കും. ഇനി ആ ഒരു സോൺ ഫെയിൽഡ്, നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി, നമുക്കറിയാം അത് ഫെയിൽഡ് ആയിക്കോട്ടെ, എനിക്ക് എന്റെ പ്രോപ്പർ സെറ്റപ്പ് ഉണ്ട്. രണ്ടാമത്തെ സെറ്റപ്പ് ഇവിടെ ഉണ്ട്, ഡിലീറ്റ്. ഓപ്പൺ മിറ്റിഗേഷൻ അല്ലെങ്കിൽ 50% ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എക്സ്ട്രീം, നിങ്ങൾക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് കവർ ചെയ്തു. ഇനി ഇത് റിസ്ക് എൻട്രി, എന്റെ ടാർഗറ്റ് എങ്ങോട്ടായിരിക്കും? എക്സ്റ്റേണൽ ട്രേഡിംഗ് റേഞ്ച് ലിക്വിഡിറ്റി അല്ലെ? അത് ഞാൻ എടുത്തു. ഡയറക്റ്റ് എൻട്രി എടുക്കേണ്ടവർക്ക് ഡയറക്റ്റ് എൻട്രി, റിസ്ക് എൻട്രി. ഇനി അത് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? കണ്ടിന്യൂവേഷൻ എൻട്രി 3 മിനിറ്റ്സ്.
കണ്ടിന്യൂവേഷൻ എൻട്രി ഞാൻ വരച്ചു വെക്കുമ്പോൾ ഫസ്റ്റ് എൻട്രി ടാപ്പ് ചെയ്ത് നമ്മുടെ സോണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് വേണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം അല്ലേ. ഓക്കെ, ടാപ്പ് ചെയ്ത് അവിടെ വരെ വായിക്കട്ടെ. ടാപ്പ്. ഇനി ഞാൻ റിസ്ക് എൻട്രി ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ വരയ്ക്കുക. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് വലുതായിട്ട് കാണും, ക്ലിയർ ആവും. ദെൻ എൻ്റെ ഡയറക്റ്റ് എൻട്രി റണ്ണിങ് ആണ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആണ് അല്ലേ. ഏറ്റവും എക്സ്റ്റേണൽ ആണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇങ്ങോട്ടാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇനി എൻ്റെ കണ്ടിന്യൂവേഷൻ എൻട്രി, റിസ്ക് എൻട്രി എടുക്കാൻ എനിക്ക് പേടിയാണല്ലേ, എനിക്ക് മാർക്കറ്റിന്റെ വ്യൂ ഇല്ല, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂവേഷൻ എൻട്രിക്ക് പോവാണ്. ദെൻ മാർക്കറ്റ് ഫസ്റ്റ് ടാപ്പ് ചെയ്തു, അതിനുശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നോ. അതിനുശേഷം മാർക്കറ്റ് അഗെയിൻ താഴോട്ട് നോക്കിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഏരിയനെ സ്വീപ്പ് ചെയ്ത് പ്രൈസ് താഴോട്ട് ഇറങ്ങി. ഇനി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, വി ഹാവ് എ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഹിയർ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് എവിടെ നിൽക്കുന്നു ആ സ്റ്റോപ്പ് മുതൽ നമുക്ക് ട്രേഡിംഗ് ലൈൻ ചെയ്യും. കാരണം താഴോട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ലോവർ ടൈം ഫ്രെയിമിൽ വേണ്ടെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദെൻ ഞാനത് വരച്ചു, ഹൈ ലോ. 50% താഴെയുള്ള ഡിമാൻഡ് സോണുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോൺ, യെസ് വി ഹാവ്. 1. 2, ഈ ഒരു ഓർഡർ ബ്ലോക്ക് അതിനെ ഞാൻ റിഫൈൻ ചെയ്തിട്ട് ലാസ്റ്റത്തെ ക്യാൻഡിലോട്ട് വേണം നമുക്ക് കൊണ്ടുവരാം അല്ലെ. ഇതും നമുക്ക് എടുക്കാം. ഫസ്റ്റത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സഡൻ ആയിട്ട് മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ല ചെയ്യുന്നത്, ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് വെക്കാം. 1, 2 മാക്സിമം 2 എൻട്രീസ് ഇട്ട് വെച്ചു. സ്റ്റോപ്പ് ലോസിന് ഒരു ബ്രീത്തിങ് സ്പേസും കൂടെ കൊടുക്കുക. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരുന്നു അല്ലെ, ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നു. ഇനി കുറച്ചും കൂടെ വലിയ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്താലും 2 എൻട്രി അതിൽ കവർ ആയിക്കണം, കാരണം ആകെ 5 പിപ്പേ സ്റ്റോപ്പ് ലോസ് വരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് റിസ്ക് അത്ര ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു 2.5 പിപ്പെങ്കിലും അല്ലെങ്കിൽ 3 പിപ്പെങ്കിലും മാക്സിമം സ്റ്റോപ്പ് ലോസ് കവർ ചെയ്യുക. എടുത്തു. എങ്ങോട്ടായിരിക്കും എന്റെ ടാർഗറ്റ്? ഫസ്റ്റ് ടാർഗറ്റ് എക്സ്റ്റേണൽ, നമ്മുടെ ചെറിയ ട്രേഡിംഗ് റേഞ്ചിന്റെ എക്സ്റ്റേണൽ. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ടാർഗറ്റ്. എങ്ങോട്ടായിരിക്കാം ഫൈനൽ ടാർഗറ്റ്? എന്ന് എക്സ്റ്റേണൽ ട്രേഡിംഗ് റേഞ്ച്. നോക്കിയേ, എക്സ്റ്റേണൽ ട്രേഡിംഗ് റേഞ്ച്. അപ്പം മേജർ റണ്ണിങ്, ദെൻ സോറി അത് വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ, മൈനർ ഓൾസോ റണ്ണിങ്. അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ച കഥകൾ ഇങ്ങനെയാണ്, അതേപോലെയാണ് മാർക്കറ്റും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ അതിനൊരു സമയം കൊടുത്തത് വരച്ചിരുന്ന് പഠിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്താലേ ഇത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഇത് ലൈവ് മാർക്കറ്റിൽ ആർക്കും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പലരും വന്ന് ഭീമിളക്കുന്ന കേട്ടിട്ടുണ്ട്. ലൈവ് മാർക്കറ്റിലും ഇതിന്റെ അപ്പുറം അടിപൊളിയായിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റണം. ഇങ്ങനത്തെ ഒരു സ്റ്റോറി നിങ്ങൾ റീഡ് ചെയ്താലേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്ന കാര്യം ഇനി ഇങ്ങനെ ആയിരിക്കാം എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ പ്ലേയേഴ്സും എടുക്കുക, ഇതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റ് അല്ല, ഇതുപോലെ കഥകൾ അറിഞ്ഞിരുന്ന് വരച്ച് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എല്ലാം റെഡിയാവും. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത കണ്ടന്റ് ഇടാൻ ശ്രമിക്കാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ. ഓക്കെ.